അല്ലെങ്കിൽ പിശാച് എന്തോ ചെയ്യും? ബന്ധിക്കും. ശിംശോന്റെ ശരീരം ഇസ്രായേലിനുള്ളതായിട്ട് ദൈവം കൊടുത്ത ന്യായാധിപന്റെ ശരീരമാണ്. അതിനകത്ത് ആരോഗ്യം, സിംഹത്തെ കീറി എറിയാൻ, 300 കുറുക്കന്മാരെ പിടിച്ച് കെട്ടാൻ, ഒരു നഗര കവാടം മുഴുവനും ഒറ്റയ്ക്ക് പറിച്ചെടുത്ത് അങ്ങേ മലയെ കൊണ്ട് നാട്ടാൻ ഒക്കെ കരുത്തുള്ളൊരു ശരീരമാണ്. ഈ ശരീരത്തെ ദുർവിനിയോഗം ചെയ്തപ്പോഴാണ് അവിടുത്തെ ഒരു പഞ്ചായത്ത് പെണ്ണുമ്പിള്ളയുണ്ട്, എന്തോ അവിടെ പേര്, ദലീല, അവിടെ കട്ടിലെ വെച്ച് ഇവനെ കെട്ടി. ഉപദേശി ഇപ്പം എവിടെ പോയി കിടക്കുന്നു? ഇവന് കട്ടിൽ കൊടുത്തിട്ടുണ്ട്. സാധാ കട്ടിലല്ല, സാപ്രമഞ്ച കട്ടിലാണ്. ഇസ്രായേലിൻ്റെ ന്യായാധിപൻ എന്ന നിലയിൽ രാജകീയ പദവിയാണ് അവൻ്റെ കിടക്കാടം, അവൻ്റെ ഇരിപ്പിടം, അവൻ്റെ നടപ്പിടം എല്ലാം ഗംഭീരമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് VIP ആണ്. 12 ഗോത്രങ്ങളുടെ ന്യായാധിപനെ താങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വീട്, അവൻ്റെ കിടക്ക, അവൻ്റെ ഫെസിലിറ്റീസ് അത്ര ഭയങ്കരമായിരിക്കും. ഇതെല്ലാം കളഞ്ഞിട്ടാണ് ആ പെണ്ണുമ്പിള്ളയുടെ കട്ടിലിൽ വെച്ച് അവനെ കെട്ടുന്നത്. അപ്പം നമ്മൾ കെട്ടപ്പെടുന്നത് ശരീരത്തിൻ്റെ അശുദ്ധി നിമിത്തമായിരിക്കും. ആ കെട്ടുന്ന ഏതാണെന്നും കൂടെ പഠിച്ചോണം. കെട്ടുന്നത് ഇതുപോലെ കയറുകൊണ്ടായിരിക്കണമെന്നില്ല. മാരക രോഗങ്ങൾ കൊണ്ടാകാം, വലിയ ദുരന്ത അപകടങ്ങൾ കൊണ്ടാകാം. പിശാച് പണി തരുന്ന അതൊക്കെ കർത്താവ് കൈവിട്ട് കളഞ്ഞു. അത് കഴിയുമ്പോൾ നമുക്ക് വന്നു ഭവിക്കുന്ന ഈ ദുരന്തങ്ങൾ ഓർത്തോണം. ഭയങ്കര കടക്കണികൾ, ഇതൊക്കെ പിശാചിൻ്റെ കയറുകളാണെന്ന് പഠിച്ചോണം. ഊരിപ്പോരാനാവാത്ത ബന്ധനങ്ങളിൽ പെട്ടുപോകും നമ്മളൊക്കെ. ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കേസ്, വഴക്ക്, ലോക്കപ്പ്, കോടതി, പോലീസ് ഒക്കെ വന്ന് കയറും. വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആളുകൾ വലിച്ച് കീറി നാശകോശമാക്കും. മനസ്സിലായില്ലേ? അത് വരാതിരിക്കേണ്ടതിന് ഓർത്തുകൊള്ളണം. നമ്മുടെ ശരീരം, നമ്മുടെ വീട്, നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം എന്തോ ആയിരിക്കണം? സാത്താൻ അവകാശം പറയാത്തതാകണം. ജയിച്ച ഒരു ശരീരം, യോഗ്യതയുള്ളൊരു ശരീരം, കൃത്യമായി കണക്കുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാകണം. നമ്മുടെ കണക്ക് പുസ്തകത്തിൻ്റെ അടിയിൽ ആരൊപ്പിടണം? ദൈവം. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ സാമ്പത്തിക കാര്യത്തിന് സാക്ഷിയാകേണ്ടത് ദൈവമായിരിക്കണം. മനസ്സിലായോ?